നമ്മൾ എന്നും ന്യൂസിൽ കാണുന്നത് ഒരാള് 30 വയസ്സായി 40 വയസ്സാവുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ 40 വയസ്സായിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളി നിൽക്കുമ്പോഴൊക്കെ ആൾക്കാര് മരിച്ചു പോവാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. നമുക്കിങ്ങനെ വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലാർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടെസ്റ്റ് എടുക്കണം. അക്കാഡമിക് കോണ്ടന്റ് ഇപ്പോഴും റിട്ടൺ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. നാളെ വീണ്ടും ഒരു കോവിഡ് വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് ബ്ലാക്ക് മാജിക് ആണെന്നോ അല്ലെങ്കിൽ നാളെ വെറുതെ ഒരു മരുന്ന് ഇല്ലാത്ത ഒരാൾക്കൊരു മരുന്ന് വരും, എനിക്ക് എന്തിനാണ് ഈ മരുന്ന് തന്നത്, ഒരു ബയാസ് തന്നെയാണ്. അതിപ്പോ അഡ്രസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്. ഇപ്പോ ഡിജിറ്റൽ ട്വിന്നിങ്ങോ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ഓർഗനോയിഡ്സ് വെച്ചിട്ടോ ഈ സിപ്പ് എൻസൈംസിന്റെ ആക്ടിവിറ്റി ഒക്കെ വുമണിലും മെയിലും ഡിഫറെന്റ് ആണ്. ഈ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് എന്ന് മാറി ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നുള്ള റിയാലിറ്റിയിലോട്ട്. പിന്നെ ഓഫ് കോഴ്സ് ലൈഫ് ആക്ച്വലി ആഫ്റ്റർ AI ഭയങ്കര എല്ലാവരും ക്രിയേറ്റർ എക്കണോമിയിൽ വരും. ഹലോ എവരിവൺ, യുറേക്ക പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഖാനിം ഫാജിഷാണ്. അപ്പം ഖാനിംക നമ്മളുടെ കൂടെ ഓൾറെഡി ഒരു പ്രാവശ്യം ഗസ്റ്റ് ആയിട്ട് വന്നതാണ്. ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഐസർ തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്റ്റർ വരെയുള്ള ഒരു റിസർച്ച് ജേണി ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റ് വളരെ സ്പെഷ്യലാണ്. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എന്താണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ, എന്തിനാണ് ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് പബ്ലിക്കിനോട് സംസാരിക്കേണ്ട ആവശ്യം, ആൻഡ് സയൻസ് കമ്മ്യൂണിക്കേഷനിലുള്ള എന്തിനു വേണ്ടി സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, സയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ കരിയറുകൾ എന്തൊക്കെയാണ്, ആൻഡ് കുറച്ചും കൂടെ പേഴ്സണലായിട്ട് റിസർച്ചിനെ മനസ്സിലാക്കാനും എല്ലാം നിങ്ങളെ സഹായിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു പോഡ്കാസ്റ്റ്. സോ നമുക്ക് വീണ്ടും നമ്മളുടെ ക്രിസ്പറിൻ്റെ പോഡ്കാസ്റ്റിലേക്ക് ഡോക്ടർ ഖാനിം ഫാജിഷിനെ വെൽക്കം ചെയ്യാം. ഖാനിം ക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്താണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ? സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ശാസ്ത്രം എന്ന് തുടങ്ങി എന്താണ് ഒരു ശാസ്ത്രജ്ഞൻ ഒരു ലാബിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന മരുന്നുകൾ, നമ്മുടെ ചെടികൾക്കുള്ള കീടനാശിനികൾ, ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ലാബുകളിൽ ഉണ്ടാക്കുന്നതല്ലേ. ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്നുള്ളത് പുറത്തുള്ള ആൾക്കാർക്ക്, ഒരു ലേമാന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു റിസർച്ചിലേക്ക് ആദ്യം ഐസറിൽ ആയിരുന്നു, പിന്നെ അതിനുശേഷം PhD ജപ്പാനിൽ ചെയ്തു, പിന്നീട് പോസ്റ്റ് ഡോക്ക് ചെയ്തു. ഒരു ഫോർ എ ലോങ് ഡ്യൂറേഷൻ ഓഫ് ടൈം സയൻസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. റീസെൻ്റ് ആയിട്ടാണല്ലോ സയൻസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതും സയൻസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ ഫോർമാറ്റിൽ പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള റീലുകളിലൂടെയാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഏത് പോയിന്റിലാണ് സയൻസ് കമ്മ്യൂണിക്കേഷനും കൂടെ വേണം കരിയറിൽ എന്ന് തോന്നി തുടങ്ങി? ആക്ച്വലി സയൻസ് കമ്മ്യൂണിക്കേഷൻ ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയം തൊട്ടേ, ലാബിൽ കയറുന്ന സമയം തൊട്ടേ നമ്മൾ ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടും ചെറിയ ചെറിയ എഴുത്തുകളായിട്ടൊക്കെ ആയിരുന്നു ആദ്യം സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഫോർമാറ്റ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാനും ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു റിയലൈസേഷൻ വരികയാണ്, ഒരുപാട് കോണ്ടന്റ് വിഷ്വൽ മീഡിയ ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വിഷ്വൽ ലേണേഴ്സിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പക്ഷേ അക്കാഡമിക് കോണ്ടന്റ് ഇപ്പോഴും റിട്ടൺ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. ആൾക്കാർ എഴുതിയിട്ട് വായിച്ചത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവൻ റിസർച്ചിലും ഗവേഷണത്തിലും പഠനത്തിലും അക്കാഡമിക് ആയിട്ടും മുന്നോട്ട് പോകും. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ അങ്ങനത്തെ കുട്ടികളല്ലല്ലോ മുഴുവൻ ഉണ്ടാവുക. ചിലർ വീട്ടിൽ പോയി പഠിക്കാണ്ട് ക്ലാസ്സിൽ ഇരുന്നിട്ട് ആ കേട്ട ഓർമ്മയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. കേട്ട് പഠിക്കുന്നവരുണ്ടാവും, കണ്ട് പഠിക്കുന്നവരുണ്ടാവും, ഓരോരോ കാര്യങ്ങൾ കണ്ട് കണക്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ അപ്പോൾ ഇൻഫോർമേഷൻ അക്കാഡമി എപ്പോഴും ഡിസമിനേറ്റ് ചെയ്യുക റിട്ടൺ ഫോർമാറ്റിലാണ് അതിൻ്റെ ഡിസമിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വൽ മീഡിയ, ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷൻ എക്കണോമിയിലോട്ട് സയൻസ് കമ്മ്യൂണിക്കേഷൻ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ സോ ദാറ്റ് വിഷ്വൽ ലേണേഴ്സ് ഓർ പീപ്പിൾ ഹു ലേൺ ബൈ ഹിയറിംഗ് സ്റ്റോറീസ്, പീപ്പിൾ ഹു ലേൺ ബൈ ലിസണിങ് ടു അതേഴ്സ്, അവർക്കും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് കറക്റ്റായിട്ട്.
പിന്നെ ടെക്നിക്കൽ ജാർഗൺ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ് നമുക്ക്. ടെക്നിക്കലി ഞാനിപ്പോൾ ഒരു സയന്റിസ്റ്റ് ആണ്, ഞാൻ ലാബിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പോവാണ്. അപ്പൊ പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ അലീലിക് ഫ്രീക്വൻസി, ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുമ്പോൾ അത് അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ടെക് എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് ടെക്നിക്കൽ ജാർഗൺ കുറച്ച് ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ട് ഒരു സ്പേസിൽ കൊണ്ടുവന്നാൽ അതൊരു ഡിസ്കഷൻ ആവും, അതൊരു എൻഗേജ്മെന്റ് അങ്ങനെ കൂടും. ആൾക്കാർക്ക് ആ ഒരു അറിവ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എത്തും. കാര്യം ആർക്കാണ് കുറെ പേപ്പർ വായിക്കാനുള്ള സമയം? നമ്മുടെ എക്സ്പേർട്സിനല്ലാണ്ട് ഈ പേപ്പർ വായിക്കാനുള്ള സമയം എക്സ്പേർട്സിന് തന്നെ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോഴത്തെ സമയത്ത്. ഒരു സയൻസ് എന്ന് പറയുന്നത് എനിക്കറിയാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഫീൽഡ് ഓഫ് സയൻസ് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും ഹാർഡായിട്ടുള്ള ഈസി ആയി അത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ഈസി അല്ലാത്തയും ടോപ്പിക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, അല്ലെങ്കിൽ ഭയങ്കര ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ജാർഗൻസ് ഒന്നും ഇല്ലാതെ ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റാത്ത സയൻസും റിസർച്ചും ഉണ്ട്. അപ്പം ഖാനിംക്ക് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് വളരെ ലെയ്മാൻ ആയിട്ടുള്ള ഒരാളുകളിലേക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? 100%. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ്മാനക്കോ അല്ലെങ്കിൽ 3-4 വയസ്സുള്ള കുട്ടിക്കോ ചെറിയ കുട്ടികൾക്കോ ഇത് സിമ്പിളായിട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് വൃത്തിയായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്കൊരു കോൺസെപ്റ്റ് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾസ്, അനലോജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഉദാഹരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മളൊരു കഥയായിട്ടോ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സാർ എന്താണ് ക്ലാസ്സിൽ ചെയ്യുന്നത്, ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളെ ആദ്യമായിട്ട് നമ്മളൊക്കെ സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചത് ഓർമ്മയില്ല. ആൾക്കാർ ചെറിയ ചെറിയ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് ഓവർ സിംപ്ലിഫൈ ചെയ്യുമായിരിക്കും തുടക്കത്തിൽ. അത് കറക്റ്റ് ആണോ എന്ന് തപ്പിപ്പോയാൽ ചിലപ്പോൾ അതിനൊരു ഇൻകോൺഗ്രുവൻസി ഒക്കെ വരുമായിരിക്കും. പക്ഷെ ആ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിച്ച് അത് പറഞ്ഞു കൊടുക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ പുതിയ ലോകത്ത് ആൾക്കാർ ഇങ്ങനെ കോണ്ടന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ അറിയാണ്ട് പോവാണ്. പിന്നൊരു കോവിഡ് വരുമ്പോൾ, അതിനൊരു വാക്സിൻ വരുമ്പോൾ എന്താണ് വാക്സിൻ, അതാണ് അജണ്ടയാണ്, കുത്തകയാണ് എന്നൊക്കെ പറഞ്ഞ് പകുതി ഇൻഫർമേഷൻ മാത്രം മനസ്സിലുള്ളതുകൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് വാക്സിൻ ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രവർത്തന രീതി, ഇത്രയെങ്കിലും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാളെ വീണ്ടും ഒരു കോവിഡ് വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് ബ്ലാക്ക് മാജിക് ആണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൂഢാലോചനയാണെന്നൊന്നും പറയാണ്ട് ഇതിന്റെ ശാസ്ത്രീയ വശം ഇതാണ് എന്നൊരാൾക്ക് പറഞ്ഞ് സുഹൃത്തിനോട് പറയാൻ കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ വിജയം. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഖാനിംക്ക് ഇപ്പം ഓൾറെഡി പറഞ്ഞ പോലെ കുറച്ചും കൂടെ സയൻസ് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത്, അതായത് റിസർച്ചുകളിലൊക്കെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിട്ടൺ ആണ്. അപ്പം റിട്ടൺ ആയിട്ടുള്ളത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ആക്സസിബിൾ ആവുള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റി ജനറൽ പബ്ലിക്കിലേക്കും കൂടെ ഇത് എത്തിക്കണം എന്നുള്ള ഒരു മിഷൻ ആണല്ലോ ഇപ്പം ഖാനിംക്കുള്ളത്. ആൻഡ് അങ്ങനെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ പീപ്പിളിന്, ഇപ്പം ഖാനിംക്കനെ ഫോളോ ചെയ്യുന്നതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് എന്ത് ബെനിഫിറ്റ് ആണ് അയാളുടെ ലൈഫിൽ ഉണ്ടാവുക എന്നാണ് ഖാനിംക്ക എൻവിഷൻ ചെയ്യുന്നത്? അതെ, ഒന്നാമത്തെ കാര്യം, എനിക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു എക്സ്പെരിമെന്റൽ ബയോളജിസ്റ്റ് ആണ്. ഞാൻ ലാബിൽ എൻ്റെതായിട്ടുള്ള പഠനങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊജക്റ്റിന്റെ കാര്യങ്ങൾ, എൻ്റെ ഒരു 2-3 ഇയേഴ്സ് പ്രൊജക്റ്റിന് ഇപ്പം എന്താ ചെയ്യേണ്ടതുള്ള എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ നോൺ ഡിസ്ക്ലോസർ അഗ്രിമെന്റ് സൈൻ ചെയ്യും, NDA സൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പുറത്തു പറയാൻ പറ്റില്ല. മറിച്ച് ആൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള, ആൾറെഡി പേപ്പറുകൾ വന്ന ഒരുപാട്
മെറ്റാ അനാലിസിസും അംബ്രല്ല റിവ്യൂസിലും ഒക്കെ വന്ന ഫാക്ട്സ് ആയിട്ടുള്ള സയൻസ് ആണ്. അതായത് എല്ലാ ആൾക്കാരാലും അപ്രൂവ്ഡ് ആയിട്ടുള്ള പല ലാബുകളിൽ നിന്ന് ചെയ്തിട്ട് അവർക്ക് അതുപോലെ ഉത്തരം കിട്ടിയ ഫാക്ട്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഒരു മനുഷ്യന് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അറിവ്, നോളജ് ഗോസ് എ ലോങ് വേ. ഇപ്പം നമ്മളൊരു ബയാസിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫൈൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്, നമുക്ക് അറിയാത്തൊരു ഫൈൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അയാൾ ചിലപ്പോൾ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അയാൾക്ക് ഈ ഒരു അറിവ് അയാളുടെ ഇതിൽ ഉപയോഗിക്കാം. എപ്പോഴും അറിവാണ് മനുഷ്യകുലത്തിനെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. പുതിയ അറിവുകളും തിരിച്ചറിവുകളുമാണ്. അപ്പം അങ്ങനെ എവിഡൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള അറിവ്, അത് നേരത്തെ പറഞ്ഞ പോലെ അംബ്രല്ല റിവ്യൂസും മെറ്റാ അനാലിസിസിലും റിവ്യൂസിലും ഒക്കെ എല്ലായിടത്തും വാലിഡേറ്റ് ആയിട്ടുള്ള സയന്റിഫിക് കമ്മ്യൂണിറ്റി അപ്രൂവ് ചെയ്ത ഫാക്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ റിസർച്ച് അല്ലെങ്കിൽ വേറൊരാളുടെ റിസർച്ച് ഡാറ്റയോ അങ്ങനെയല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് കമ്മ്യൂണിറ്റി എല്ലാം അപ്രൂവ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് ഉറപ്പായിട്ടും ആൾക്കാർ അറിയണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാളെ ഒരു മഹാമാരി വരുമ്പോൾ, നാളെ പുതിയൊരു മരുന്ന് വരുമ്പോൾ ആൾക്കാർ അതൊരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നാളെ വെറുതെ ഒരു മരുന്ന്, ഇല്ലാത്ത ഒരാൾക്കൊരു മരുന്ന് വരുമ്പോൾ എനിക്ക് എന്തിനാണ് ഈ മരുന്ന് തന്നത് എന്ന് ചോദിക്കാനുള്ളൊരു ഗഡ്സ് നമ്മൾ ജനറൽ പബ്ലിക്കിന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു റിസർച്ച് പബ്ലിക്കിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊരു റിസർച്ചിനെ കുറിച്ചുള്ള ഔട്ട്പുട്ട് പുറത്തേക്ക് പറയുമ്പം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു നോയ്സി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ. ഒരു പക്ഷേ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മാത്രം എത്താൻ പറ്റണം എന്ന് നിർബന്ധമല്ല. കാരണം നമ്മുടെ റീലാണെന്നുണ്ടെങ്കിലൊക്കെ ജനറൽ പബ്ലിക് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും. ആ സമയം നമ്മൾ പറയുന്ന റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റിനെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊക്കെ ആൾക്കാർ വന്നിട്ട് ചിലപ്പം വളരെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടാവും, നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഞാൻ പലപ്പോഴും ഖാനിംഖാന്റെ റീലിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഖാനിംഖ സംസാരിക്കുന്നത് ചിലപ്പം ഭയങ്കര ഫാക്റ്റുകൾ മാത്രമായിരിക്കും, പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനോട് പ്രതികരിച്ചു കൊണ്ടൊക്കെ കമന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതുപോലെയുള്ള കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ അതിനോടുള്ള റെസ്പോൺസുകൾ, ഒരു നെഗറ്റീവ് റെസ്പോൺസിനെയൊക്കെ എങ്ങനെയാണ് ഖാനിംഖ നോക്കി കാണുന്നത്? ആൻഡ് അതിനെതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നത്? നമ്മൾ ഒട്ടും റെഗുലേറ്റഡ് അല്ലാത്ത, ട്രാഫിക് ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ജംഗ്ഷനിലുള്ള ഒരു പാവപ്പെട്ട ട്രാഫിക് പോലീസ് കാരണം ആലോചിച്ചാൽ മതി. തിരക്കിട്ട് വൈകുന്നേരം 4 ഭാഗത്തുനിന്ന് വണ്ടികൾ വരിക. ഈ ട്രാഫിക് പോലീസുകാരൻ ഇങ്ങനെ നിർത്തണം, പോകണം എന്നുള്ള അയാളൊരൊറ്റ ആൾ അവിടെ ഉള്ളൂ. ആ ഒരവസ്ഥയാണ് നമുക്ക്. നമ്മളൊരൊറ്റ ആളുള്ളൂ. നമുക്ക് വേറെ നമ്മുടെ ജോലികൾക്കിടയിൽ നമ്മൾ പോകുമ്പോഴും ഇത് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഒരുപാട് കമന്റ് ട്രാഫിക് വരും. റീച്ച് കൂടുന്തോറും പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇത് പല ആൾക്കാരുണ്ടാവും. മറൈൻ ബയോളജിസ്റ്റുമാരുണ്ടാവും, ഫോറൻസിക് സയന്റിസ്റ്റുമാരുണ്ടാവും, വെറ്റിനറി ബയോളജിസ്റ്റുമാരുണ്ടാവും, അല്ലെങ്കിൽ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ടാവും. എല്ലാ ഫീൽഡിലുള്ള എല്ലാവർക്കും ഇപ്പം ഞാൻ ബേസിക്കലി പറയുന്നത് ബയോടെക്നോളജി, ജെനറ്റിക്സ് ഫീൽഡിലുള്ള കാര്യങ്ങളല്ലേ. അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായവും ഒരു ആകാംക്ഷയും ഉണ്ടാവും. അപ്പോൾ ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ, കമന്റ്സ് ഒക്കെ ഞാൻ ആൻസർ ചെയ്യും, വിച്ച് ഇസ് റിലേറ്റഡ്, വെൻ ദേ ആർ ക്യൂരിയസ് അബൌട്ട് ഇറ്റ്, വെൻ ദേ ആർ genuinely scientifically curious about it. I take it as a moral responsibility as a educator to respond to each comment in a very neutral and objective way. പക്ഷേ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ചിലർ ഒരു സ്നൈഡ് റിമാർക്കൊക്കെ ഇടും. അതാണ് ഒരു സോഷ്യൽ മീഡിയന്റെ ലാംഗ്വേജ്. അത്യാവശ്യമൊക്കെ ഫോണും സോഷ്യൽ മീഡിയയും 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഒരു ബന്ധമില്ലാത്ത ഒരു സ്നൈഡ് റിമാർക്ക് ഇടുമ്പോൾ അതിന് കുറെ പേര് ലൈക്ക് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് കമന്റ്സും ബൂമർ ജോക്സും ഒക്കെ ആൾക്കാർ ടൈപ്പ് ചെയ്ത് വിടും. അത് നമ്മൾ പറ്റുമെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അതിൽ അൺവാണ്ടഡ് അറ്റൻഷൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടുന്ന് മാറ്റേണ്ടി വരും. കാര്യം എന്നാലും നമുക്ക് ഡിസ്കഷൻ റൈറ്റ് ഡയറക്ഷനിൽ സ്റ്റീർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു 2 മിനിറ്റിലോ 30 സെക്കൻഡിലോ ഒക്കെ പറഞ്ഞു തീർക്കുന്ന കാര്യവും അതിന്റെ താഴെ വസ്തുനിഷ്ഠമായിട്ട് അത് ഏത് പഠനത്തിനെ ബേസ് ചെയ്തിട്ടാന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ക്യാപ്ഷനിലും അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു
10 സെക്കൻഡ് ഏറെ എടുത്താൽ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആള് ഒന്നുമില്ലാണ്ട് ഇത് പറഞ്ഞ് ഈ 30 സെക്കൻഡ് പോലും തീർന്നിട്ടുണ്ടാവില്ല. ആദ്യത്തെ 5 സെക്കൻഡിൽ തന്നെ ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും കമന്റ് ഇട്ടങ്ങ് പോകും. അപ്പൊ ഇത് ലൈക്ക് ചെയ്യുന്നവനും ആദ്യത്തെ 5 സെക്കൻഡ് വരെ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മൾ മാറ്റി കളയേണ്ടി വരും. അതൊരു സ്കില്ലാണ്. ഈ ട്രാഫിക് പോലീസുകാരന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഡിസ്കഷൻ റൈറ്റ് ഡയറക്ഷനിൽ സ്റ്റിയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള നമ്മുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും. അപ്പം ഓരോ കമന്റിനും നമ്മൾ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സംടൈംസ് നമ്മൾ ചിലപ്പോൾ കമന്റുകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കമന്റുകൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം ഖാനിംക വിശ്വസിക്കുന്നത് എല്ലാ കമന്റുകൾക്കും റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മുടെ മിഷൻ പർപ്പസ് നോക്കുകയാണെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആണോ? പർപ്പസ് നോക്കുകയാണെങ്കിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ അല്ലേ? നമ്മളിപ്പോ ഒരു വീഡിയോ കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ മൂവ് ഓൺ ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യം നമ്മൾ അതിൽ പിൻ ചെയ്ത് വെക്കും. ഖാനിംകന്റെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോയില് ജെൻഡർ ബയാസ് ഇൻ മെഡിക്കൽ റിസർച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ സ്കിൻ കളർ ബയാസ് ഇൻ മെഡിക്കൽ ഡിവൈസസ്, അങ്ങനെയുള്ള കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്തുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഏതൊരു പോയിന്റിലാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യണം, പബ്ലിക്കിനോട് സംസാരിക്കണം എന്നൊക്കെ, അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഏതൊരു പോയിന്റിലാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ഇത് ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് ഇഗ്നോറൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ്. കാര്യം വുമൺ വെർ ആൾവേസ് അണ്ടർ റെപ്രസെന്റഡ്. ഇവിടെ സ്ത്രീകളെ പണ്ട് തൊട്ടേ പഴയ കാലത്ത് അമേരിക്കയിലൊക്കെ ക്ലിനിക്കൽ ട്രയൽസിലൊന്നും അവര് ചേർത്തിരുന്നില്ല. പിന്നെ ലാബിലാണെങ്കിലും ഗവേഷണങ്ങൾ നടത്തുമ്പോൾ മെൻസ്ട്രേറ്റ് ചെയ്യുന്ന മൗസിന് പകരം മെൻസ്ട്രേറ്റ് ചെയ്യാത്ത മൗസുകളെയും അല്ലെങ്കിൽ ആണായിട്ടുള്ള സസ്തനികളെയൊക്കെ ഉപയോഗിക്കും. കാര്യം ഈ മെൻസ്ട്രേഷൻ എന്നുള്ളത് സൈക്ലിക് ചേഞ്ച് ആ ഹോർമോൺ മൊത്തം സിസ്റ്റത്തിനെ ബാധിക്കും. കാര്യം ഇവര് ചെക്ക് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, തലേന്റെ കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു കോംപ്ലക്സിറ്റി ആയിട്ട് കണ്ടിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, മെൻസ്ട്രേറ്റ് ചെയ്യാത്ത ഇതിനെയോ അല്ലെങ്കിൽ മെയിൽ മോഡൽസിനെ ഉപയോഗിക്കും. ഇത് ഒരു ബയാസ് തന്നെയാണ്. അതിപ്പോൾ അഡ്രസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഡിജിറ്റൽ ട്വിന്നിങ്ങോ AI വെച്ചിട്ടോ അല്ലെങ്കിൽ ഓർഗനോയിഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള മൗസുകൾ ഉപയോഗിച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ വളരെ റീസെന്റ് ആയിട്ട് ആൾക്കാർ ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഫറൻസുകൾ, ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി വരുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇതിലൊരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരാൻ വേണ്ടി. NIHന്റെ തന്നെ പേപ്പർ ഉണ്ട്, ഒരു പോളിസിയാണ് സെക്സ് ആസ് എ ബയോളജിക്കൽ വേരിയബിൾ എല്ലാ സയൻസ് പബ്ലിക്കേഷൻസിലും കാണിക്കണം. ഇപ്പൊ നമ്മളൊരു സെൽ ലൈന് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർ, അതായത് സെൽ ലൈൻ എന്ന് വെച്ചാൽ കോശം മാത്രമേ ഉള്ളൂ, പക്ഷെ ആ കോശം ഒരു ആണിന്റെ അടുത്തു നിന്നാണോ കിട്ടിയത്, ഒരു പെണ്ണിന്റെ അടുത്തു നിന്നാണോ കിട്ടിയത് എന്നുള്ളത് നമ്മൾ നമ്മുടെ പബ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഒരു മാൻഡേഷൻ ആയിട്ട് വരികയാണ്. ഇതൊരു പണ്ട് തൊട്ടേ ഉള്ള കാര്യം. നമ്മള് ഇപ്പോ പൊളിറ്റിക്കലി ഇപ്പൊ ജാതി ചിന്ത, വുമൺ ഒപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഫീൽഡില് ഇതുണ്ടായിരുന്ന ഒരു സംഭവം ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സംഭവം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സംഭവം നമ്മൾ അത് തുറന്ന് പറയാ എന്നുള്ളത് ഇതിലുള്ളൂ. അപ്പോ പക്ഷെ അതിന് നമുക്ക് വരുന്ന റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര മോശമായിട്ട് ആണ്. ആണുങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കലിയിളകാണ് ഇത് കേൾക്കുമ്പോൾ. അവര് പേഴ്സണലായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നിന്റെ പ്രശ്നം, എന്റെ പ്രശ്നമല്ല. പ്രാചീന ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ഒരു ബയാസ് വന്നിട്ടുണ്ട്. അതായത് കുറെ മെയിൽ മോഡൽസ് ഉപയോഗിച്ചിട്ടാണ്, മെയിൽ മോഡൽ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ് മെഡിസിൻ ട്രയൽസ് വന്നിട്ടുള്ളത്. ആ ഒരു ഇൻക്ലൂസിവിറ്റി ഫാക്ടർ ബെറ്ററായി വരുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് ഹൗ സയൻസും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സ്ലോ ആയിട്ട് അത് കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആവാനും കുറച്ചും കൂടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എല്ലാ വംശത്തു നിന്നുള്ള ആൾക്കാരെയും ഉപയോഗിച്ചിട്ട് പഠനങ്ങൾ നടത്തി അതിനനുസരിച്ചുള്ള മോഡൽസ് സ്പെസിഫിക് ആയിട്ട്. ഇപ്പൊ ഈജിപ്ഷ്യൻ പോപ്പുലേഷനിൽ ഈ ഒരു വേരിയന്റ് ആണ് കോമൺ, അപ്പൊ അവിടെ അതാണ് റെഫറൻസ്. ഇന്ത്യൻ പോപ്പുലേഷനിൽ ഈ ഒരു വേരിയേഷൻ ആണ് കോമൺ, അപ്പൊ അതാണ് റെഫറൻസ്. അങ്ങനെ മനസ്സിലാക്കി അതിന്റെ പെനട്രൻസും കാര്യങ്ങളും കൂടി വരികയാണ് ഓരോ വർഷവും. അത് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്ക് ഇത് വളരെ
ഒരു സ്ലോ പ്രോസസ്സാണ്. ഒരു 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 1 മിനിറ്റിന്റെ വീഡിയോയിൽ ഇതങ്ങോട്ട് ഫുള്ള് പറഞ്ഞ് നമുക്ക് ആൾക്കാരെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു ലോങ് പ്രോസസ്സ്. നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പല ഫോർമാറ്റിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പയ്യെ പയ്യെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. യൂറോപ്പിലും US-ലും ഒക്കെ അത് നോർമലാണ്. കുറേ ആൾക്കാർക്ക് അതറിയാം. ഇവിടെ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മളെ നമ്മള് കേൾക്കാത്ത തെറിയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഒരു എന്താ പറയാ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ക്യാച്ച്. അപ്പൊ ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളും ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്ത് അവർക്ക് സയൻസിനോടും അല്ലെങ്കിൽ ബയോമെഡിക്കൽ സയൻസിന്റെ ഒരു റിസർച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പല മെഡിസിൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ രീതികളൊക്കെ ആയിരിക്കുമല്ലോ. ഈ ഒരു റിസർച്ചിലൊക്കെ നമ്മൾ അണ്ടർ റെപ്രസെന്റഡ് ആണ് എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തിനോടെ ഉള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത അല്ലേ? അല്ല, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അണ്ടർ റെപ്രസെന്റഡ് ഗ്രൂപ്പ് ഉദ്ദേശിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെൻഡർ ബയാസിന്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ വുമൻ ആൻഡ് മെൻ ആർ ഗിവൻ ദ സെയിം മെഡിസിൻസ് വെൻ എന്താ പറയുക, പരീക്ഷണങ്ങൾ ഒരു 70 kg മെയിൽ എന്നുള്ള ഒരു അസംഷനിൽ എടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ചേർക്കാം. ഈ സിപ്പ് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഒക്കെ വുമണിലും മെയിലിലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഹോർമോൺസിൻ്റെ ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആണ്. പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഡ്രഗിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. നമുക്കത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ചോടെ ചേർക്കാം. ഇതൊരു ക്ലെയിം ഒന്നുമല്ല, ഇത് ഉള്ള കാര്യമാണ്. ഇതിപ്പോൾ ആൾക്കാർ അഡ്രസ്സ് ചെയ്ത് തുടങ്ങുന്നു. സോ ദാറ്റ് ഒരു 70 kg മെയിൽ എന്നുള്ള ഒരു ആവറേജിലോട്ട് എൻറ്റയർ വേൾഡ് പോപ്പുലേഷനെ അങ്ങ് ഡോട്ട് ചെയ്ത് ചുരുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ആൾക്കാർക്ക്. ആ ഒരു ആവറേജിങ് മിസ്റ്റേക്കാന്ന് മനസ്സിലാക്കുക. അതൊരു പേഷ്യൻ്റ് ഡോക്ടർ വിശ്വാസമില്ലായ്മ എന്നുള്ളിടത്ത് മാത്രമല്ല ഇതിന് റെലവൻസ്. ഇത് കേൾക്കുന്നത് പല ഫോർ ഫ്രണ്ടിലുള്ള ആൾക്കാർ ആയിരിക്കും ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ പല ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും ഇത് കേൾക്കുന്നത്. ഇതൊരു മൂവ്മെന്റ് ആണ് അല്ലേ? ഇതൊരു എന്താ പറയാ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പം എൻ്റെ ഇത് കറക്റ്റ് എൻഗേജ് ചെയ്ത് വരുന്നത് ഇതിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ജെൻഡർ ജസ്റ്റിസ് അഡ്വക്കേറ്റ്സ്, റിസർച്ചേഴ്സ്, ഗ്രാൻഡ്സ് ഒക്കെ അപ്രൂവ് ചെയ്യുന്ന വലിയ പ്രൊഫഷണൽസ്, ഇവരൊക്കെ പറയുന്നത് ഇത് ആൾറെഡി ഉള്ളതാണ്. ഇതിൻ്റെ പുറത്ത് പുതിയ ഫണ്ടിങ്സ്, പുതിയ പ്രൊജക്ട്സ്, സ്പെസിഫിക്കലി ഇതിൻ്റെ ന്യൂവാൻസസ് ഒക്കെ പഠിക്കാൻ വേണ്ടി പുതിയ പ്രൊജക്ട്സ് നമ്മൾ അപ്രൂവ് ചെയ്ത് വിടുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ബീങ് അഗ്രസീവ്ലി അഡ്രസ്ഡ് ആസ് അഗ്രസീവ് ആസ് ഇറ്റ് സൗണ്ട്സ് അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കേട്ടിട്ട് ആൾക്കാർ വിശ്വാസം പോയിട്ട് അങ്ങനെയുള്ള ഇത് ഒബ്ജക്റ്റീവായിട്ട് ആൾക്കാർ എടുക്കേണ്ടതാണ്. പിന്നെ ഈ നമ്മുടെ ഈ മെഡിസിൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു മതം വിശ്വസിക്കുന്നത് പോലെയൊക്കെ ആൾക്കാർ ഈ ഒരു മൊത്തം സിസ്റ്റത്തിനെ വിശ്വസിക്കാൻ തുടങ്ങിയാലും പ്രശ്നമാണ്. ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഒരു ഇപ്പോൾ നമുക്കൊരാളൊരു മരുന്ന് എഴുതി തരുമ്പോൾ എന്തിനാണ് ഈ മരുന്ന്, അത് എനിക്കിപ്പോൾ ശരിക്കും ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ അല്ലേ, അമിത്തിന് പരിചയം ഉണ്ടാവും, ഡോക്ടർമാർ മരുന്ന് നിർത്തിയാലും അവർ സമാധാനത്തിന് വേണ്ടി മരുന്ന് മേടിച്ച് കുടിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾ ഈമാൻദാരീസ് ഡ്രഗ്സ് എടുക്കണം അല്ലേ? നമുക്ക് എടുക്കേണ്ട ഡ്രഗ്സ് മാത്രം നമ്മൾ എടുക്കണം അല്ലേ? ഖാനിംക ഈ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു പാസീവ് ആയിട്ടാണ് അല്ലേ? അതായത് മെയിൻ ഫോക്കസ് റിസർച്ചിൽ നിന്നുകൊണ്ട് ആൻഡ് കുറച്ചും കൂടെ പബ്ലിക്കിലേക്ക് റിസർച്ച് ആക്സസിബിൾ ആക്കുക എന്നുള്ളത്. ഇപ്പം ഒരാള് സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ, എസ്പെഷ്യലി പൈസർ എന്നൊക്കെ ഗ്രാജുവേറ്റ് ആയി, അപ്പൊ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സയൻസ് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ആ ലെവലിൽ നമുക്ക് കംപ്ലീറ്റ് ആയി സയൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ആ ആള് സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രൊഫഷൻ ആക്കാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം.
സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു പ്രൊഫഷൻ ആയി കാണുന്ന സമയത്ത് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫ്യൂച്ചർ ഉണ്ട് ഈ ഒരു ഫീൽഡിന്? ആക്ച്വലി ഇതിന് ഇപ്പൊ ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ ഒക്കെ ഇതിന് കോഴ്സസ് ഉണ്ട്. മാസ്റ്റേഴ്സ് ഇൻ സയൻസ് കമ്മ്യൂണിക്കേഷൻ. ആൾക്കാർ ചിലപ്പോൾ ഒരു സ്റ്റെം ഫീൽഡിൽ PhD ഒക്കെ എടുത്തതിന് ശേഷം ഒരു സ്പെസിഫിക് മാസ്റ്റേഴ്സ് ഇൻ സയൻസ് കമ്മ്യൂണിക്കേഷൻ എടുത്തതിന് ശേഷം ഒക്കെ അങ്ങനെ പ്രൊഫഷണലായിട്ട് നീങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഈ ക്ലിനിക്കൽ ട്രയൽസ്, ഇപ്പൊ ഫാർമ കമ്പനികൾക്ക് ഡോക്ടേഴ്സിനും റെഗുലേറ്റേഴ്സിനും ഒക്കെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അവരുടെ ലാംഗ്വേജിക്ക് മാറ്റുന്ന മെഡിക്കൽ കമ്മ്യൂണിക്കേറ്റേഴ്സ്, മെഡിക്കൽ റൈറ്റിംഗ്, ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്ന സ്കോപ്പുള്ള ഫീൽഡ്സ് ആണ്. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷന്റെ കാലത്തും സയൻസ് ഇസ് എ വെരി ഗുഡ് കോണ്ടന്റ് ടു ഷെയർ ടു പീപ്പിൾ, അല്ലേ? അതൊരു നോൺ പ്രോഫിറ്റ് ആയിട്ടാണെങ്കിലും നമ്മളത് ചെയ്യുന്നത് എവിഡൻസ് ബാക്ക്ഡ് സയൻസ്, ട്രസ്റ്റ് ബേസ്ഡ് സയൻസ് വിത്ത് പ്രോപ്പർ ഇൻ എ സയന്റിഫിക്കലി ബാക്ക്ഡ് വേ നമ്മളത് ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ടു ഡു ഈവൻ ഇൻ എ നോൺ പ്രോഫിറ്റ് വേ. ആസ് എ കരിയർ ആയിട്ടാണെങ്കിലും അതിന് കോഴ്സസ് ഉണ്ട്. അതിന് നമ്മൾ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. ജാർഗൻസ് ഡീക്ലട്ടർ ചെയ്യാനുള്ള കഴിവ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ എഡിറ്റിംഗ് അമിത്തിന് അറിയാം. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലൊക്കെ ഒന്ന് സൗണ്ട് ആവുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത്, ഇൻഫാക്ട് അത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ്. ഇപ്പോൾ നാവൽ രവികാന്തിൻ്റെ എന്തോ വളരെ പുള്ളി പറയുന്നത് ലൈക്ക് എല്ലാവരും ക്രിയേറ്റർ എക്കണോമിയിൽ വരും. എല്ലാവരും അവരുടെ എക്സ്പെർട്ടൈസ് ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയുന്ന ടൈം വരും. അപ്പൊ എല്ലാവരും വീഡിയോ എഡിറ്റിംഗിൽ ക്ലിയർ ആവണം. പക്ഷെ ഇപ്പൊ സയൻസ് കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും അവർ ഈ എഡിറ്റിംഗ് പാർട്ടും സൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഇനി ഖാനിംക്ക് ഇപ്പൊ ചെയ്യുന്ന റിസർച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്തതിനു ശേഷം ഒരു ബയോമെഡിക്കൽ റിസർച്ച് ആണ് ചെയ്യുന്നത്, അല്ലെ? ഒരു കാർഡിയോവാസ്കുലർ എപ്പിജെനറ്റിക് റിസർച്ച് ആണ്. അപ്പൊ ഈ വളരെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മലയാളത്തിൽ എന്താണ് റിസർച്ച്? ഇപ്പൊ നേരത്തെ നമ്മളെ സംസാരത്തിൽ ഖാനിംക്ക് ഓൾറെഡി പറഞ്ഞു, ഒരു ഡിസ്ക്ലോഷർ ആയിട്ട് പറഞ്ഞു, പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത് പുറത്തു പറയില്ല എന്നുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് മാനിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു ലേമാൻ ലാംഗ്വേജിൽ മലയാളത്തിൽ എന്താണ് അതിന്റെ റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കറന്റ് റിസർച്ച്? അല്ല, ഞാൻ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്നും ന്യൂസിൽ കാണുന്നത് ഒരാള് 30 വയസ്സായി 40 വയസ്സാവുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ 40 ഷട്ടിൽ കളിക്കുന്നതിന്റെ വയസ്സായി ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളി നിൽക്കുമ്പോഴൊക്കെ ആൾക്കാര് മരിച്ചു പോവാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്. അപ്പൊ പല ചിലർ പറയും കോവിഡ് വാക്സിന് ശേഷം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഹൃദയത്തിന്റെ ധമനികളിൽ ചില ആൾക്കാർക്ക് മാത്രം ക്ലോട്ടുകൾ കൂടുന്നത്? അത് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ? അവർ ഉപ്പ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്? അങ്ങനെ കുറെ മെറ്റാ അനാലിസിസ് റിവ്യൂ പറയുന്നുണ്ട്. ഉപ്പ് ഹൈ ഡയറ്ററി സോഡിയം ഒരു ട്രിഗറാണ്. അങ്ങനെ പല പല ട്രിഗേഴ്സ് ഉണ്ട്. നമ്മൾ ലാബിൽ നിന്ന് കോശങ്ങൾ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യാണ് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നത്, എങ്ങനെയാണ് ഈ പല ജനിതക മാറ്റങ്ങൾ അല്ലെങ്കിൽ പല ആൾക്കാരിൽ എങ്ങനെയാണ് ഈ രക്തക്കുഴലിൽ ക്ലോട്ടർ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ ഇപ്പം ഈ സംസാരത്തിന്റെ ഇടയിൽ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സമയത്ത് കൊറോണ വൈറസിനൊക്കെ എതിരെ വാക്സിൻ എടുത്ത ആളുകളിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ കൂടുതൽ കാണും എന്നുള്ള ഒരു കാര്യമൊക്കെ അന്ന് ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല ആളുകളും ഈ കൊറോണ വൈറസ് 1ഉം 2ഉം ഡോസുകളൊക്കെ എടുത്ത് 2-3 കൊല്ലത്തിന് ശേഷം ഇപ്പം ഇരുന്ന് പേടിക്കുകയാണ്, അന്നത്തെ വാക്സിൻ എടുത്തത് കൊണ്ട് ഇപ്പോഴും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന്. സയന്റിഫിക്കലി എത്രത്തോളം അക്യുറേറ്റ് ആണ് ആ ഒരു ധാരണ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു കൺസേൺ ആ സമയത്തും ഇപ്പോഴും എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പൊ December 10 സ്റ്റാൻഫോർഡ് ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തു. ഇൻഫാക്ട് ഒരു mRNA വാക്സിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം, ഇതേപോലെ ക്ലോട്ടുകളും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ കോണ്ടെക്സ്റ്റ് ആണ് കിങ്. അതായത് 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര? 1 in 10 മില്യൺ ആൾക്കാരിൽ മാത്രമേ ഈ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ 70% ഓഫ് ദ 10 മില്യൺ ആൾക്കാർക്കും കൊറോണ വൈറസ് വന്നിട്ട് ഇതിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വന്നേനെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ്
വാക്സിൻ എടുക്കുന്നത്. ഇത് വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഇവന്റ്സിലാണ്, ഈ 1 in 10 million കേസസിലാണ് ഡയറക്റ്റ് ആയിട്ട് ഈ വാക്സിന് ഇതുപോലെ എഫക്റ്റ് ഉള്ളത് വേണ്ടി പറയുന്നത്. അപ്പൊ ആൾക്കാർ എപ്പോഴും ഇത് കറക്റ്റ് ഇപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോ ഇത് അത്ര ക്ലിയർ ആയില്ലേ. അതായത് 1 in 10 million ആണ് റിസ്ക്. അതില്ലായിരുന്നെങ്കിൽ 70 to 80% ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട്. അത് തന്നെയാണ് ഈ സയൻസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതായത് പണ്ട് നമ്മൾ പറയല്ലോ, മുറി വൈദ്യൻ ആളെ കൊല്ലുന്നൊക്കെ പറയുന്ന ഇത് മാത്രം കേൾക്കും ആളുകള്. ഏത് ഈ ഒരു വാക്സിൻ എടുത്താല് ഹാർട്ട് അറ്റാക്ക് വരും, അത് 1 കോടി ആളിൽ ഒരാൾക്കേ വരുള്ളൂ എന്നുള്ളത് ഒരു പക്ഷെ അവരാരും മനസ്സിലാക്കിക്കൊള്ളണം എന്നുമില്ല. ഇല്ല. ഈ റിസർച്ചിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം റിസർച്ചിന്റെ ഡാറ്റയും കാര്യങ്ങളും ഒന്നും പറയാതെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള പൊതുവെ മറ്റുള്ള റിസർച്ച് പേപ്പേഴ്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പറൊക്കെ വായിച്ചതിനെ ബേസിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഒരാളെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ഒരാള് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരാൾക്ക് നോർമലി കുറച്ചും കൂടെ ഒരു ബെറ്റർ ലൈഫ് വിത്തൗട്ട് ഹാർട്ട് അറ്റാക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതൊരു ഡോക്ടർ പറയേണ്ട കാര്യമാണ്. ഒരു കാർഡിയോളജിസ്റ്റിന് അമിത്തിന് ഇതേപോലെ ഇന്റർവ്യൂവിന് കിട്ടുമ്പോൾ ഒരു കാർഡിയോളജിസ്റ്റോ ഒരു ഡോക്ടറിനെ ഒരു മെഡിക്കൽ അഡ്വൈസ് തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദ്യം സ്കിപ്പ് ചെയ്യണം. പക്ഷെ എനിക്കിതിൽ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു ജനിതകമായിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സഡൻ കാർഡിയാക് ഡെത്ത് ഇവൻസിനൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഇവൻസ് ഒക്കെ ഇപ്പോൾ ഒരു ഏട്ടന് വന്നാൽ ചിലപ്പോൾ അനിയന് വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് പ്രൊഫൈൽ ചെയ്യണം. ഒരു ആൾക്ക് ചിലപ്പോൾ അത് നോർമൽ ഓട്ടോപ്സിയിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അയാൾക്ക് വന്നത് ഈ ജനിതകമായിട്ടുള്ള തകരാറ് കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് ആണ്, അല്ലാണ്ട് വന്ന ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത്. അപ്പോൾ അതൊരു മോളിക്കുലർ ഓട്ടോപ്സിയിൽ മാത്രമേ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പോലും പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കേസസ് ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്കുകൾ ഇവിടെ ഒരുപാട് കേസസ് മുങ്ങി പോകുന്നുണ്ട്. ഇതിൽ ചിലപ്പോൾ ചിലർ പറയും ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്, ഉപ്പ് തിന്നുന്നതുകൊണ്ടാണ്, മിക്സ്ചർ അച്ചാർ കഴിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കോസസ് ഇങ്ങനെ പോകും. പക്ഷെ ആരും DNA ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു വേണ്ടപ്പെട്ട ആൾ മരിക്കുമ്പോൾ അവരുടെ മക്കളുടെയോ ഏട്ടൻ്റെ അനിയനോ അത്രയും ജനിതകമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ DNAക്കും ഇതേ ഒരു തകരാറുണ്ടോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ മുൻകരുതൽ എടുക്കാം, അതിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിച്ചിരുന്നെങ്കിൽ പരിധി വരെയാണ് ഹാർട്ട് അറ്റാക്കിൽ ജെനറ്റിക്സിന്റെ റോൾ എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്, നല്ല റോളുണ്ട്. ശരിക്കും ഇന്ത്യൻസ് ഒരു പഠനം വരുന്നുണ്ടായിരുന്നു. അത് ഞാനും ഇപ്പൊ ലാസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. ലിപ്പോപ്രോട്ടീനെ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷനാണ് ഇന്ത്യൻ വംശത്തിലുള്ള ആൾക്കാർ. നമ്മുടെ മൊത്തം ബയോളജി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ജനറ്റിക്സിനും നമ്മൾ ഏത് കമ്മ്യൂണിറ്റി എന്നാന്നുള്ളതും ഒക്കെ ഇതിന് വലിയ റോള് ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമുക്കിങ്ങനെ വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടെസ്റ്റുകൾ എടുക്കണം. നമുക്ക് തന്നെ അത് ഒബ്ജക്റ്റീവായിട്ട് കണ്ടിട്ട് അതിനുള്ള മുൻകരുതൽ തുടക്കം തൊട്ടേ എടുക്കാൻ വേണ്ടി പറ്റണം. ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മള് 50 വയസ്സോ 60 വയസ്സാകുമ്പോൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാർഡിയാക് ഇവന്റ് വരുന്നതല്ല. അവന് 30-ാം വയസ്സിലും 40-ാം വയസ്സിലും ഹൈ BP ഉണ്ടാവും. അതിനും പഠനങ്ങളുണ്ട്. ഇതും സയന്റിഫിക്കലി ബാക്ക്ഡ് ആണ്. 30-ാമത്തെയും 40-ാമത്തെയും വയസ്സിൽ ഹൈ BP ഉള്ളവനാണ് ഇത് വരുന്നത്, ഇവനും കൂടെയാണ്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യണം, പ്രിവെന്റീവ് മെഡിസിനിൽ ഫോക്കസ് വരണം എന്നുള്ളതാണ് ഒരു general idea that I can share as a scientist or a science communicator. മറ്റേത് പ്രൊഫഷണൽ ആയിട്ട് ഒരു 10-15 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറൊക്കെ കിട്ടിയാല് we'll be happy to listen to him. ഇനി ഇപ്പം പറഞ്ഞു വെച്ചൊരു കാര്യത്തിന്റെ ബാക്കിയായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഹൈലി റിലേറ്റഡ് വിത്ത് ഒരാളുടെ ജെനറ്റിക്സ് ആണ് എന്നുള്ളത് നമ്മളാണ് ഇപ്പം പറഞ്ഞെത്തിയത്. അപ്പം പലപ്പോഴും ഒരു മരുന്ന് ഒരാളിൽ കൊടുക്കുന്ന സമയത്ത് ഓരോ ഇൻഡിവിജ്വലിനും അത് എഫക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നതും ഡിപ്പെൻസ് ഓൺ ദ
അയാളുടെ ജനറ്റിക് മേക്കപ്പ് ആയിരിക്കും അതെ അല്ലേ? അതെ അതെ അപ്പം ഒരാളെ DNA കംപ്ലീറ്റ്ലി നമ്മൾ സീക്വൻസ് ചെയ്ത് അയാളുടെ സീക്വൻസ് അറിയാമെങ്കിൽ അതൊരു ഡാറ്റയായിട്ട് നമുക്ക് സൂക്ഷിച്ച് ഇൻഡിവിജ്വലായിട്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും റിസ്ക് ഫാക്ടേഴ്സും വരാൻ പോകുന്ന എത്രത്തോളം ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ നമുക്ക് പ്രൊഫൈൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുക. അപ്പം ആധാർ കാർഡ് ഐഡിയലി പോലെ ഒരു ഉട്ടോപ്യൻ റിയാലിറ്റി പോലെ. അതെ, ഒരു ഫ്യൂച്ചറിൽ വരികയാണ്. ഉം. ആധാർ കാർഡ് ഇപ്പൊ എല്ലാവർക്കും ആധാർ കാർഡ് ആയല്ലോ. അതേപോലെ അയാളുടെ DNA സീക്വൻസ് എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും സീക്വൻസ് അറിയാമെങ്കിൽ വരാൻ പോകുന്ന ഗുണം സീക്വൻസ് എന്തായിരിക്കും? സോറി ടു കറക്റ്റ് ചെയ്ത സീക്വൻസ് മാത്രമല്ല, മെറ്റബോളോമിക്സും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ജീനോമിക്സ് മാത്രമല്ല. ഇപ്പൊ ഒരു ഡ്രഗിന്റെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ മെറ്റബോളോമിക്സും ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെ ആ ഡ്രഗ് നമ്മൾ മെറ്റബോളൈസ് ചെയ്യുന്നു, ബാക്കിയുള്ള ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാർമക്കോ ജീനോമിക്സ് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. ഫാർമക്കോ ജീനോമിക്സ് എന്ന് വെച്ചാൽ ഹൗ യുവർ DNA ടോക്സ് ടു യുവർ മെഡിസിൻ അല്ലേ? ബിക്കോസ് ഇഫ് എല്ലാവർക്കും ഡിഫറെൻറ്റ് DNA ആണ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡ്രഗ് മെറ്റബോളൈസിങ് എൻസൈംസ് ആയിരിക്കും. അത് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്, അതിന് എത്രത്തോളം ഡോസേജ് ഡിഫറൻസ് വരുത്തണം, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫാർമക്കോ ജിനോമിക്സ്. അതൊക്കെ അഡ്വാൻസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തായിരിക്കും? അത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ ഇംപ്രൂവ് ചെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഡയറക്ഷനിലാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഏത് ആസ്പെക്റ്റിലുള്ള ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്? ടൈലർ മെയ്ഡ് ആയിട്ടുള്ള അതായത് ഒരു വൺ സൈസ് ഫിറ്റ്സ് ആൾ അപ്രോച്ച് മാറിയിട്ട് അതാണ് ഇപ്പോ കറന്റ്ലി ഉള്ളത്. ഒരു എക്സ്റ്റെന്റ് വരെ മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു റൂമിൽ അമിത്തിനോട് സംസാരിക്കുന്നു, അതുപോലെ പല പല ആൾക്കാർ പല സ്ഥലത്ത് പല രീതിയിൽ സംസാരിക്കുന്നു, എഫേർട്ട് എടുക്കുന്നു, മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ഒരു വൺ സൈസ് ഫിറ്റ്സ് ആൾ അപ്രോച്ച് നിന്ന് മാറി ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നുള്ള റിയാലിറ്റിയിലോട്ട് കുറച്ച് വർഷങ്ങൾക്ക് സം ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മൾ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ്. പിന്നെ വേറെ എന്തൊക്കെ സാധ്യതകളാണ് ഈ മെഡിക്കൽ കെയർ രംഗത്ത് വരാനുള്ള ഒരു മാറ്റം വരാനുള്ള സാധ്യത? പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് വരിക എന്നുള്ളത് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. അത് അത്ര നമ്മൾ പറയുന്ന അത്ര ഈസി അല്ല. ഇതിൽ കുറെ റെഗുലേറ്റേഴ്സ്, കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്കിവിടെ പറയാൻ പറ്റുന്നത് വി ക്യാൻ ഇൻക്രീസ് ദ വോയിസ്, വി ക്യാൻ സേ എന്ത് നമ്മുടെ DNA ഡിഫറെൻ്റ് ആണ്, നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരേപോലത്തെ മെഡിസിൻസ് അല്ല വേണ്ടത്. ഇന്ത്യൻ ശരീരഘടനയിലുള്ള ആൾക്കാർക്ക് യൂറോപ്യൻ ശരീരഘടനയിൽ ടെസ്റ്റ് ചെയ്ത മെഡിസിൻസ് ബ്ലണ്ടായിട്ട് ഇവിടെ ഇറക്കാതിരിക്കൂ. നമ്മുടെ ആശുപത്രി മേഖലയിൽ കോടികളും 700-800 കോടി വെച്ചിട്ട് കുത്തക കമ്പനികൾ വന്നിട്ട് അത് എടുത്തിട്ട് വെറുതെ മെഡിസിൻസ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് 10-15 വർഷം മുന്നേ തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് അത് അപ്പോൾ ഒന്നും ചെയ്യാണ്ട് നമ്മുടെ സമൂഹത്തിന് പ്രിവെൻഷനെ കുറിച്ച് ഒരു കാര്യവും അറിയിക്കാതെ ഈ മെഡിസിൻസും ഈ കാര്യങ്ങളും വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് ഇവന് അറ്റാക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാതിരിക്കൂ. നമുക്ക് അങ്ങനെ വോയിസ് റേസ് ചെയ്യാനേ ഇപ്പൊ പറ്റുള്ളൂ. നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താ പ്രെഡിക്റ്റ്, ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ റിസർച്ചിൽ മറ്റേതൊരു മേഖലയിലും ഉള്ള പോലെ തന്നെ AI ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പണ്ടുള്ള കാലത്ത് ഒരു കോപ്പി റൈറ്റർ മെഷീൻ വരുന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് കോപ്പി എഴുതുന്ന ആൾക്കാരുടെയൊക്കെ പണി പോകുന്നുള്ളത്. അതിനുശേഷം കോപ്പി റൈറ്റർ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസ് വന്നു, പിന്നീട് കമ്പ്യൂട്ടർ വന്നു. കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ആൾക്കാരനെ കുറെ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുറെ ക്ലർക്കുമാരുടെ പണി പോകാൻ, കാരണം കുറെ ക്ലർക്ക് ചെയ്യുന്ന പണി ഒരൊറ്റ കമ്പ്യൂട്ടർ ചെയ്യല്ലോ. അപ്പൊ അതിന് ശേഷം വരുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റാണ്, ആളുകൾ പലപ്പോഴും ജോലി പോവും എന്ന് പേടിക്കുന്ന ഒരു കാര്യമാണ് AI എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് AI കുറിച്ച് സംസാരിക്കാതെ AI ഇൻ സയൻസ്, അല്ലെങ്കിൽ എത്രത്തോളം AI ഫാസ്റ്റർ ആയിട്ട് സയന്റിസ്റ്റുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, AI യൂസ് അല്ലെങ്കിൽ സയൻസ് യൂസിങ് AI എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ, അല്ലെങ്കിൽ AI ടൂൾസ് ഇൻ സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എത്രത്തോളം ഫാസ്റ്റർ ആയിട്ട് AI സയന്റിസ്റ്റുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് പോസിബിൾ ആയിട്ടുള്ള
ഫ്യൂച്ചർ എന്താണ് AI ഇൻ സയൻസ്? ഒരു കോ പൈലറ്റ് എന്ന് പറയില്ലേ, ഒരു കോ പൈലറ്റ് ആയിട്ട് എല്ലാവർക്കും, സയന്റിസ്റ്റുമാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഒരു കോ പൈലറ്റ് ആയിട്ട് AI വരും എന്നുള്ളതാണ്. സയന്റിസ്റ്റുമാരെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ജോബിലുള്ള ആൾക്കാരെ ഒന്നും AI മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം AI ഒരു കോ പൈലറ്റ് ആയിട്ട് ഒരു AI-നെ പ്രൂഫ് ചെക്ക് ചെയ്യുക, ക്യാൻ മേക്ക് മിസ്റ്റേക്സ് അല്ലേ. അത് ഭയങ്കര ഒരു കാം ലൈബ്രറിയൻ്റെ ടോണാണ് AIക്ക്. എന്ത് പറഞ്ഞാലും അത് സമ്മതിക്കും, അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് മിസ്റ്റേക്സും വരുത്തും. അപ്പോൾ അത് പ്രൂഫ് ചെക്ക് ചെയ്യാനായിരിക്കേ പറ്റുള്ളൂ. സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡൊമൈൻ നോളജ് ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ ആ ഡൊമൈൻ നോളജ് ഉള്ള സയൻറ്റിസ്റ്റിൻ്റെ ഒരു കോ പൈലറ്റ് ആയിട്ട് AI വരും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. എല്ലാവരുടെയും ഒരു കോ പൈലറ്റ് ആയിട്ട് AI നമ്മുടെ ഒരു സന്നദ്ധ സഹചാരിയായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പം പല ജോലികളും ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്നത് അത് ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പം ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം കോടതിയിൽ ഒരു ന്യായം അന്യായം ഒക്കെ തീരുമാനിക്കുന്നത് റൂൾ ബേസ്ഡ് ആണ്. നമുക്കൊരു IPC സെക്ഷൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ടാണ്. അപ്പൊ ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് AI-നെ സംബന്ധിച്ചിടത്തോളം ഈസിലി റീപ്ലേസബിൾ ആണ്. പക്ഷേ അതുപോലത്തെ ജോലികൾ, കാരണം അതൊരു റൂള് ഫോളോ ചെയ്താൽ മതി, അതിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സയൻസ് പോലെയുള്ള കുറച്ച് ക്രിയേറ്റിവിറ്റി, അതുപോലെയുള്ള പേഴ്സണലൈസേഷൻസ്, അതൊക്കെ മാറ്റർ ചെയ്യുന്ന ഒരു ഫീൽഡിൽ എത്രത്തോളം AI ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്? ആൻഡ് ഇപ്പൊ കറന്റ്ലി ഖാനിം ആസ് എ റിസർച്ചർ എത്രത്തോളം AI ടൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എത്രത്തോളം ലൈഫ് ഈസി ആക്കുന്നുണ്ട് AI ടൂൾസ്? ഞാൻ ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്യാം. ഇപ്പോൾ കോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ AI-നെ തന്നെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഗ്ലോബലി റൈസ് ചെയ്യുന്നൊരു കൺസേൺ അല്ലെ. AI-ക്ക് ഒരു സെൻസ് ഓഫ് എത്തിക്സ്, AI-ന്റെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് AI-ന്റെ ഒരു പ്രോബ്ലം. കാര്യം AI നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ AI-നെ ആര് റെഗുലേറ്റ് ചെയ്യുന്നു, AI-ക്കുള്ള റൂൾ ബുക്ക് ആരാണ് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇൻഡിവിജ്വൽ നാഷൻസിന് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ആം ഷുവർ കുറച്ചുകൂടെ റെഗുലേറ്റഡ് ആയിരിക്കും ഫ്യൂച്ചറിൽ വെൻ പീപ്പിൾ ഫിഗർ ഔട്ട് ഹൗ മച്ച് നാസ്റ്റി തിങ്സ് ദിസ് ക്യാൻ ഡു. ഇത് റെഗുലേറ്റഡ് ആവും ഇൻ ദ ഫ്യൂച്ചർ. പിന്നെ ഓഫ് കോഴ്സ് ലൈഫ് ആക്ച്വലി ആഫ്റ്റർ AI ഭയങ്കര എന്താ പറയുക ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇൻ ദ സെൻസ് നമ്മുടെ ഒരു തിങ്കിങ് മസിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളത് ഡയറക്റ്റ്ലി പോയിട്ട് AI-നോട് ചോദിക്കുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡൊമൈനിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് സ്വന്തം പഠിച്ചിട്ട് AI-നോട് 2-3 ഓപ്ഷൻ ചോദിക്കുക. എന്നിട്ട് AI-ന്റെ കൂടെ ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നുള്ളതല്ലാണ്ട് എന്ത് വന്നാലും AI-നോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ തിങ്കിങ്, അങ്ങനെ ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്, നമ്മൾ തിങ്ക് ചെയ്യാണ്ടാവുന്നു. നമ്മുടെ ബ്രെയിനും ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠനങ്ങൾ വരുന്നുണ്ട്. അതായത് ഇനിയിപ്പോ നമ്മൾ അത് വിചാരിച്ച് AI യൂസ് ചെയ്യാതെ ഇരിക്കുന്നത് എത്രത്തോളം ബുദ്ധിപരമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ആ റീലില് പറയുന്നത് IIT മദ്രാസിലെ ഒരു പ്രൊഫസർ, ഒരു ആള് റീൽ ചെയ്തതാണ്. ആളുടെ പ്രൊഫസർ ഓപ്പൺ ബുക്ക്, ഓപ്പൺ വെബ്, ഓപ്പൺ ഈവൻ ChatGPT പോലും ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാൻ കുട്ടികളെ പറയാണ്. അപ്പം ആ പ്രൊഫസറിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബുക്ക് അവൈലബിൾ ആണ്, ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആണ്, ഇന്നത്തെ കാലത്ത് ChatGPT അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം അവൈലബിൾ ആയിട്ടിരിക്കെ എത്രത്തോളം അയാൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, അത് അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അയാൾ ടെസ്റ്റ് ചെയ്താൽ പോരെ. കാര്യം നമ്മൾ ഒരിക്കലും ഇനി ഇത് പിന്നോട്ട് പോകാനുള്ള സാധ്യത അല്ല. അപ്പം നമ്മൾ എത്രത്തോളം ചിന്തിക്കണം, ഇനിയിപ്പോ ചിന്താശേഷി അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ കേപ്പബിലിറ്റി ഒരു പക്ഷെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ വെറീഡ് ആവേണ്ട ആവശ്യം എന്താ? കാരണം എപ്പോഴും സപ്പോർട്ടിന് AI ഒക്കെ ഇനി അഡ്വാൻസ് ചെയ്യല്ലേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ അവസാനിക്കുന്നതിന്റെ മുന്നേ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചോദിച്ചു നിർത്താനുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ പോഡ്കാസ്റ്റില് ഒരു പ്രധാനമായിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് സയൻസിലേക്കൊക്കെ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആസ്പയറിംഗ് സ്റ്റുഡൻസ് ആണ്.
അപ്പം അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഹാനിം ഖാന്റെ ഒരു ഒപ്പീനിയനും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ സയൻസ് പഠിച്ചാണ് വരുന്നത്. ആൻഡ് നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ഐസറിലായതുകൊണ്ട് ഐസറിൽ സയൻസിനെ കാണുന്ന, ഐസർ എന്ന് പറയുന്ന ഒരു പ്ലേസ് വെയർ സയൻസ് ഈസ് സെലിബ്രേറ്റഡ് അല്ലേ. നമ്മൾ കൂടുതലായിട്ട് സയൻസിനെ മനസ്സിലാക്കുന്നതൊക്കെ ഐസറിനായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു സ്കൂൾ ലെവലിൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നതിൽ, അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സ്കൂളിംഗ് ഒക്കെ ഒരു പര്യാപ്തമാണ് എന്നുള്ളത് ഹാനിംക്ക് തോന്നിയിട്ടുണ്ടോ? ഇനിയും ദർ ഇസ് എ ബിഗ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് തോന്നിയിട്ടുണ്ട്. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാടുണ്ട് കാര്യങ്ങളിൽ ഡീൽ ചെയ്യുന്ന രീതിയും അല്ലേ. ഇപ്പോൾ ഒരു മത്സര ബുദ്ധി, മാർക്കിന് വേണ്ടി പഠിക്കുക എന്നുള്ള പരിപാടി എന്നൊക്കെ കുറച്ച് പറഞ്ഞ്, പക്ഷെ ഒരുപാട് ശാസ്ത്രമേളകളൊക്കെ കണ്ട് ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന പ്രൊജക്റ്റൊക്കെ കണ്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ അതിൻ്റെ പിറകെ നന്നായിട്ട് പിറകെ പോകുന്നവരും ഉണ്ട്. പിന്നെ ഇവർക്കൊക്കെ ഒരു കറക്റ്റ് വീഴുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിന്റെ സമയം വരുമ്പോഴാണ്. ഈ ഒരു മത്സര ബുദ്ധിയിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴും മാർക്ക്, റാങ്ക് എന്നുള്ള കാര്യങ്ങളിലോട്ട് മാത്രം ഇങ്ങനെ പോയിന്റ് ഔട്ട് ഡ്രോപ്പ് ചെയ്ത് വരുമ്പോഴാണ്. പക്ഷെ ആ ഒരു ബോട്ടിൽ നെക്ക് പാസ് ചെയ്യുന്ന അത്രയും ഒരു എന്തൂസിയാസം ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സംഘർഷകാലം കഴിഞ്ഞാലും ശാസ്ത്രത്തിനോടൊരു എന്താ പറയാ, അല്ലെങ്കിൽ ആ സംഘർഷകാലത്തിലൂടെയും ശാസ്ത്രത്തിനോടുള്ള ഒരു താല്പര്യം കുട്ടികൾക്ക് പോകുന്ന അത്ര രീതിയിൽ പ്രഷർ കൊടുക്കരുത് കുട്ടികൾക്ക്. ഭയങ്കരമായിട്ട് ഈ കേരളത്തിൽ ഇപ്പൊ ഉള്ള ഒരു ബേസിക് ഒരു എഡ്യൂക്കേഷന്റെ ഒരു സമയം ഉണ്ടല്ലോ, 10ാം ക്ലാസ്, +1, +2. ഈ ഒരു സമയത്തില് ഒരു സ്റ്റുഡന്റിനെ സയന്റിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഒരു എക്കോസിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്? ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ഗൈഡൻസോ അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റോ ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ? കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? എന്താ അമിത്തിന് തോന്നുന്നത്? എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പൊ ശാസ്ത്രമേളകൾ പോലെയൊക്കെ കുറെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓപ്പൺ ബുക്ക് എക്സാംസ് ഒക്കെ, ഇപ്പൊ നീ പറഞ്ഞില്ലേ ChatGPT-ന്റെ കാര്യം പറഞ്ഞപ്പോ, ഓപ്പൺ ബുക്ക് എക്സാംസും ഓപ്പൺ ChatGPT എക്സാംസ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കുട്ടികളുടെ കോൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് എത്രയാന്നൊക്കെ നോക്കുന്ന രീതിയിലുള്ള ഇവാലുവേഷൻ മോഡൽസ്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഐസറിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടെ സയൻസ് കൂടുതൽ മനസ്സിലാക്കാനും താല്പര്യം തോന്നുന്ന രീതിയിലൊക്കെയാണല്ലോ കരിക്കുലം സെറ്റ് ചെയ്തത്. പലപ്പോഴും +1-ലും +2-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്ത് പഠിപ്പിക്കാതെ ജസ്റ്റ് ഫോർമുലകൾ പഠിപ്പിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അതെ അതെ, എക്സാക്ട്ലി അതാണ് പറഞ്ഞത്. ഈ ഒരു മത്സര ബുദ്ധി അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഉറപ്പായിട്ടും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതാണ് പാറ്റേൺ. അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് ഒരു എൻട്രൻസ് മൂട്ടിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും ആ ഒരു എൻട്രൻസ് മൂഡിൽ ഈ ഒരു വെയിറ്റേജ് മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ പഠിക്കുന്ന കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അതിനൊരു മാറ്റം വരണം. അതിന് ഈ ശാസ്ത്രമേളകളും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇന്റർവെൻഷൻ തന്നെ ഒരു കുറച്ചും കൂടെ ഒരു കുട്ടികളെ ഒന്നുകൂടെ ഒരു എന്താ ഫ്രീ ആയിട്ട് സിലബസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാക്കിയാൽ കുറെ കൂടെ ബെറ്റർ ആവുന്നു. ഐ തിങ്ക് ദർ ഇസ് എ ബിഗ് റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഹിയർ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മളുടെ കോൺവെർസേഷനിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ സംസാരിച്ചു. ആൻഡ് ഹാനിം ഖാന്റെ കറന്റ് റിസർച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ആസ് എ റിസർച്ചർ നമ്മൾ കുറെ വേറെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയധികം സമയം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ക്രിസ്പറിന്റെ സ്റ്റുഡിയോയിലേക്ക് വന്നതിനും ഈ ഒരു സമയം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളുടെ കൂടെ നിന്നതിന് വളരെയധികം നന്ദി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഷോയിൽ വന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ കമ്മിങ് ടു ദ ഷോ. താങ്ക് യു സോ മച്ച്.